കർത്താവെ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. ജീവിത ദുരന്തങ്ങളിലും സംഘർഷങ്ങളിലും എൻ്റെ മൗനം മക്കൾക്ക് അസ്വസ്ഥതയും ആത്മനൊമ്പരവുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പ്രിയമക്കളെ, നിങ്ങളുടെ ദുരന്തങ്ങളിൽ എൻ്റെ മൗനം, എൻ്റെ അസാന്നിധ്യവും അകലവുമായി നിങ്ങളൊരിക്കലും കാണരുത്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയുടെ അടുത്ത് അധ്യാപകൻ നിശബ്ദനായിരിക്കുന്നത് പോലെ ജീവിത പരീക്ഷണ ഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് തന്നെയുണ്ട്, തൊട്ടടുത്ത്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന എൻ്റെ വാക്ക് മക്കൾ ഒരിക്കലും മറക്കരുത്. മക്കളെ, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിലും നിങ്ങളെ ഞാൻ എൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൗനത്തിന് പല അർത്ഥങ്ങളുണ്ട്. അത് ഇപ്പോൾ ഗ്രഹിക്കുവാൻ നിങ്ങളുടെ ബുദ്ധിക്ക് കഴിയില്ല. എൻ്റെ നിശബ്ദതയിൽ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും ഇടറിപ്പോകരുത്. എന്നിലുള്ള ആശ്രയം പതറിപ്പോകരുത്. ഗത്സമനിൽ തീവ്രവേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം നിശബ്ദമായിരുന്നു. പക്ഷേ മക്കളെ, അപ്പോഴും പിതാവിൻ്റെ പ്രസാദം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോഴും കണ്ണുനീർ നിഷ്ഫലമാകുമ്പോഴും എങ്ങനെയാണ് കർത്താവേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തോമസിനോട് ഞാൻ പറഞ്ഞത് വായിച്ചിട്ടില്ലേ? കർത്താവേ, നീ എന്തുകൊണ്ട് അകലത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ച് ദാവീദ് ആരംഭിച്ച സങ്കീർത്തനം ആശ്വാസത്തിലും സ്തോത്ര സമർപ്പണത്തിലുമാണ് അവസാനിച്ചത്. എൻ്റെ മൗനത്തെ മക്കളൊരിക്കലും ഉപേക്ഷയായി ചിന്തിക്കരുത്. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ കരഞ്ഞു. എൻ്റെ ചുറ്റുമുണ്ടായിരുന്നവരുടെ കണ്ണുനീരാണ് എന്നെ കരയിപ്പിച്ചത്. നിസ്സഹായരായി കരയുന്ന എൻ്റെ മക്കളോടൊപ്പം കണ്ണുനീർ തുടയ്ക്കുന്നവനും കാര്യം നടത്തുന്നവനുമായി ഞാൻ എപ്പോഴും ഉണ്ടാകും. മക്കളെ, നിങ്ങളുടെ ഒരു തുള്ളി കണ്ണുനീർ പോലും ഞാൻ കാണാതെ പോവില്ല. എൻ്റെ മക്കളുടെ ദുഃഖം എൻ്റെ ആത്മനൊമ്പരമാണ്. എൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് അദൃശ്യമായിരിക്കുമ്പോഴും സ്നേഹം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ മനസ്സുറപ്പിക്കണം. എൻ്റെ മൗനത്തിൻ്റെ മണ്ണിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ ആഴങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, ശക്തി നൽകണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോഴും പ്രതിസന്ധികൾ കൊടുങ്കാറ്റുകളായി ആഞ്ഞടിക്കുമ്പോഴുമൊക്കെ കാണാതെ വിശ്വസിക്കാനുള്ള വിസ്മയശക്തി എനിക്ക് തരണം. കുഞ്ഞെ, എൻ്റെ കൃപ നിനക്ക് മതി. കറുത്ത രാത്രിയിലും
പ്രഭാതം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രത്യാശ യാത്ര നീ തുടരണം. ശ്വാസനിശ്വാസങ്ങൾക്കിടയിലുള്ള അകലത്തേക്കാൾ അടുത്താണ് ഞാൻ നിന്നോടൊപ്പം നിൽക്കുന്നത്. ഞാൻ നിനക്ക് വിമോചനവും സൗഖ്യവും നൽകും. സന്ധ്യയിലെ വിലാപം പ്രഭാതത്തിലെ ആഹ്ലാദമാക്കിത്തരും. വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം കാണുവാൻ എൻ്റെ മക്കൾക്ക് കഴിയും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മൗനം നമുക്ക് ദുസ്സഹമായ വേദനയും നിസ്സഹായതയുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മൗനത്തിൻ്റെ സമയങ്ങളിലാണ് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ബലപ്പെടുന്നത് എന്ന സത്യം നമ്മൾ മറക്കരുത്. പാപപരിഹാര ബലിയുടെ സമയത്ത് പിതാവിൻ്റെ മൗനം തുടർന്നപ്പോഴും നമ്മുടെ കർത്താവ് പിതാവിലുള്ള ആശ്രയത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നു. അത് നമ്മൾ മറക്കരുത്. ദൈവത്തിൻ്റെ മൗനം ദൈവത്തിൻ്റെ അസാന്നിധ്യമല്ല. പ്രത്യാശയോടെ കാത്തിരിക്കുവാനും ആശ്രയിക്കുവാനും നമ്മെ ശക്തരാക്കുന്ന സമയമാണ്. മറുപടി വൈകുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത്, മടുത്തു പോകരുത്. ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, ദൈവം നമുക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ കൂരിരുട്ടും പിന്നിൽ ശൂന്യതയുമായി ജീവിതപാതയിലൂടെ നടക്കുമ്പോഴും നമ്മൾ പ്രത്യാശ കൈവെടിയരുത്. ഡിവൈൻ നാവിഗേഷൻ നമ്മെ വഴിതെറ്റാതെ ആശ്വാസതീരത്ത് ഒടുവിൽ എത്തിച്ചിരിക്കും. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.